MS സുബ്ബലക്ഷ്മിക്ക് സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കിട്ടി. അപ്പൊ അദ്ദേഹം നെഹ്റു ആണല്ലോ അതിന്റെ ചെയർമാൻ, ഈ അവാർഡ് നൽകണല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹു ആം ഐ ടു ഫെലിസിറ്റേറ്റ് ദിസ് ക്യൂൻ ഓഫ് മെലഡീസ് സിൻസ് ഐ ആം ഓൺലി എ പ്രൈം മിനിസ്റ്റർ. അതാണ് നെഹ്റു പറഞ്ഞത്. ഹു ആം ഐ ടു ഫെലിസിറ്റേറ്റ് ദിസ് ക്യൂൻ ഓഫ് മെലഡീസ് സിൻസ് ഐ ആം ഓൺലി എ പ്രൈം മിനിസ്റ്റർ. അപ്പൊ ആ സിംപ്ലിസിറ്റി, ആ ഒരു എത്ര വലിയ ആളാണെങ്കിൽ പോലും ഈ രാജ്ഞിയുടെ മുമ്പിൽ ഞാൻ ആരുമല്ല, ഞാൻ കേവലം ഒരു അതാണ് അദ്ദേഹം ഉപയോഗിച്ചുള്ള വാക്ക്, കേവലം ഒരു പ്രധാനമന്ത്രി മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത്രയും വലിയ മനസ്സിന്റെ ഉടമ ഇത്രയും വലിയ ഒരു രാജ്യത്തെ ഈ രീതി രൂപപ്പെടുത്തി എടുത്തു എന്നുള്ളതാണ് നെഹ്റുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അദ്ദേഹത്തിന്റെ വിദേശ നയം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഒരു സാമ്പത്തിക ശക്തി, അതിൽ നിന്ന് ഒരു സൈനിക ശക്തി. അതാണ് നെഹ്റുവിന്റെ നയത്തിന്റെ പ്രത്യേകത. അത് ഇന്ത്യയെ മാത്രമല്ല, ഇന്ത്യയെ പോലെ പ്രയാസപ്പെടുന്ന എല്ലാ രാജ്യങ്ങളെയും സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ഈ പലസ്തീനെ വിഭജിച്ചുകൊണ്ട് ഇസ്രായേൽ ഉണ്ടാക്കുന്നതിന്റെ നെഹ്റു ചെയ്തിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗം, ഗാന്ധിയാണ് അതിന് വഴിവെച്ചിട്ടുള്ളത്. എങ്ങനെയാണോ ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടൻ, എങ്ങനെയാണോ ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ്, അതേപോലെയാണ് അറബികൾക്ക് പലസ്തീൻ. അതാണ് ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ആശയത്തിൽ നിന്നാണ് നെഹ്റു പലസ്തീനെ സംബന്ധിച്ചിട്ടുണ്ടാകുന്ന പാർലമെന്റിലെ പ്രസംഗം നടത്തുന്നത്. ഇസ്രായേലിനെ എതിർത്ത ആദ്യത്തെ രാജ്യം ഇന്ത്യ, പലസ്തീനെ അനുകൂലിച്ചിട്ടുള്ള 8 അറബ് ഇതര രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ. അതെല്ലാം അന്നത്തെ വിദേശ നയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പണ്ടേ നെഹ്റു ഈ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ശങ്കർ വളരെ പ്രസിദ്ധമായ ഒരു കാർട്ടൂൺ വരച്ചിട്ടുണ്ട്. ശങ്കർ അദ്ദേഹത്തിന്റെ വളരെ അടുത്ത, ശങ്കരോട് അദ്ദേഹം പറയാണ്, എന്നെ ഇടയ്ക്ക് ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കണം, അതെ, എന്നെ ഒഴിവാക്കാൻ പാടില്ല എന്നെപ്പോഴും ശങ്കരോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ കാർട്ടൂൺ? നെഹ്റു ഒരു എയർപോർട്ട്, ഒരു വിമാനം ഓടിക്കുന്ന പൈലറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിറകില് കോൺഗ്രസും അതിന്റെ AICC പ്രസിഡന്റ് ആയിട്ടുള്ള ടാൻഡനും ഒരു കാളവണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് കാരണം. എന്ത് പറഞ്ഞാലും AICCയും കോൺഗ്രസും സമ്മതിക്കുന്നില്ല നെഹ്റുവിന് മുന്നോട്ട് നയിക്കാൻ വേണ്ടി. നെഹ്റു ഇങ്ങനെ വിമാനം ഓടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൈലറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം. പക്ഷെ ടാൻഡൻ എന്തായാലും കാളവണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. അതാണ് ശങ്കറിന്റെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാർട്ടൂൺ. നെഹ്റു ഇങ്ങനെ അദ്ദേഹത്തിന്റെ കരഞ്ചിയായിട്ട് നടത്തിയിട്ടുള്ള ഫിലോസഫി ഓഫ് മിസ്റ്റർ നെഹ്റു എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനിങ്ങനെ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ നമുക്ക് വിമർശിക്കാം. നെഹ്റുവിനെ സംബന്ധിച്ച് വിമർശനങ്ങളുണ്ട്. എനിക്ക് 1957 ഗവൺമെന്റ് പിരിച്ചുവിട്ടു എന്നുള്ളതിൽ വിമർശിക്കാം. അദ്ദേഹം വേണ്ടത്ര പ്രാധാന്യം ചെറിയ അല്ലെങ്കിൽ പ്രൈമറി വിദ്യാഭ്യാസത്തിന് നൽകിയില്ല, വേണ്ടത്ര ലാൻഡ് റിഫോംസ് നടപ്പാക്കിയില്ല, ഡിസ്ട്രിബ്യൂഷന് വേണ്ടത്ര കാര്യങ്ങൾ ഊന്നൽ കൊടുത്തില്ല എന്നതൊക്കെ നമുക്ക് വിമർശിക്കാം. ആ വിമർശനങ്ങൾ നിലവിലുള്ളതാണ്. നമുക്ക് അതിന് അദ്ദേഹത്തിന് മറുപടി ഉണ്ട്. അദ്ദേഹത്തിന്റെ പാർലമെന്ററി പ്രസംഗങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മറുപടി കിട്ടും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിമർശിക്കുന്ന അവസരത്തിൽ തന്നെ അദ്ദേഹത്തോട് യോജിക്കാനുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട്. ആ യോജിപ്പ് ഇന്ന് നമ്മൾ വെറും സിദ്ധാന്തത്തിൽ മാത്രം ഉണ്ടായാൽ പോരാ, പ്രയോഗത്തിൽ വരുത്തേണ്ടത് ഒരു കാലഘട്ടമാണ് ഇന്ന്. ഒരൊറ്റ ഇത് മാത്രം വായിച്ചിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്ന അവസരത്തിൽ കുറെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പെട്ടുപോയിട്ടുണ്ട്, ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ പെട്ടിട്ടുണ്ട്, ഒരുപാട് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഇന്ത്യയിൽ പെട്ടുപോയിട്ടുള്ള മുസ്ലിങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് നെഹ്റു കത്തയക്കാം. ആ കത്തിൽ നെഹ്റു പറഞ്ഞ ഒരൊറ്റ പാരഗ്രാഫ് ഞാൻ വായിക്കാം. നമുക്ക് എണ്ണത്തിൽ കൂടുതലുള്ള ഒരു മുസ്ലിം ന്യൂനപക്ഷമുണ്ട്. പോകണമെന്ന് തോന്നിയാൽ പോലും അവർക്ക് പോകാൻ മറ്റൊരിടമില്ല. അവർ ഇന്ത്യയിൽ തന്നെ കഴിയണമെന്ന കാര്യത്തിൽ തർക്കമില്ല. പാകിസ്ഥാനിൽ നിന്ന് എന്ത് പ്രകോപനം ഉണ്ടായാലും, അവിടുത്തെ അമുസ്ലിങ്ങൾക്കെതിരെ എന്ത് തരം അവഹേളനവും ഭീതിയും ഉണ്ടായാലും, ഇവിടെ കഴിയുന്ന മുസ്ലിം ന്യൂനപക്ഷത്തോട് ഏറ്റവും മാന്യമായ പരിഷ്കൃതമായ രീതിയിൽ മാത്രമേ നാം ഇടപെടാൻ പാടുള്ളൂ. അവർക്ക് ഒരു ജനാധിപത്യ രാജ്യത്തിലെ സുരക്ഷയും പൗരാവകാശവും ഉറപ്പാക്കാൻ നാം ബാധ്യസ്ഥരാണ്. അക്കാര്യത്തിൽ നാം പരാജയപ്പെട്ടാൽ നമുക്കതൊരു തീരാ ദുഃഖമായി തീരും. അതിന്ന് വളരെ വളരെ പ്രകടമായിട്ട് വരും. ഇപ്പൊ വരുന്ന നിയമങ്ങളായാലും കാര്യങ്ങളായാലും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പൊ ആ ഒരു ഐക്യം, ഇന്ത്യ എന്ന് പറയുന്ന ആ വലിയ വിശാലമായിട്ടുള്ള ആ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ പറയുന്ന അവസരത്തിലും ഇന്ത്യ നെഹ്റുവിയൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു വലിയ കൺസെപ്റ്റ്, അതിനെ ആവാഹിച്ചെടുക്കുകയും അതിനെ പുനർവായിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിനെ തുരങ്കം വെക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഹിന്ദുത്വ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തുക എന്നുള്ളതും നെഹ്റുവിനെ ഓർക്കുന്ന അവസരത്തിൽ അത്യാവശ്യമായി നടക്കേണ്ടതാണ്.